ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 15 നോയമ്പിൻ്റെ 14 ദിവസമായ ഇന്ന് തന്നിരിക്കുന്ന വിഷയം ദൈവമഹത്വം പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. അതിനാധാരമായിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവമഹത്വം പ്രകാശിപ്പിക്കുവാൻ ആരംഭിക്കുന്നത് അത് സ്വീകരിക്കുന്നതിലൂടെയാണ്. മലമുകളിൽ ദൈവവുമായി സമയം ചിലവഴിച്ച ശേഷം മോശയുടെ മുഖം പ്രകാശിച്ചു എന്ന് നമ്മൾ പുറപ്പാട് 34-ാം അധ്യായത്തിൽ വായിക്കുന്നു. നമ്മൾ എവിടെയാണോ സമയം ചെലവഴിക്കുന്നത് അതിൽ നിന്നുള്ളതേ നമുക്ക് പ്രകാശിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അവിടുത്തെ വെളിച്ചം സ്വീകരിക്കുവാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, യേശുവിൻ്റെ അടുക്കൽ വരിക. നമ്മൾ ചോദിക്കുമ്പോൾ വെളിച്ചം ലഭിക്കുന്നു. ആത്മാർത്ഥമായും വ്യക്തമായും പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നിൽ അങ്ങയുടെ വെളിച്ചം വീശണമേ. ദാനിയേൽ പ്രവാചകൻ്റെ കാര്യം ആലോചിക്കുക. രാജാവിൻ്റെ പ്രതിമയെ നമസ്കരിക്കണമെന്ന് കൽപ്പനയുണ്ടായപ്പോൾ മരണത്തെ പോലും ഭയപ്പെടാതെ ദിവസം 3 നേരവും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും തന്മൂലം രാജ്യത്തെയും രാജാവിനെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും സഹായിച്ചു. അവിടുത്തെ വചനത്തിൽ നിലനിൽക്കുക. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. വിശ്വാസത്തിലും അനുസരണത്തിലും നടക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക. അവനിൽ തന്നെ ആശ്രയിക്കുക. അതവൻ നിർവഹിക്കും. മറ്റു വെളിച്ചങ്ങളുമായി ബന്ധം പുലർത്തുക. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവന് ഇരുളിൽ നടക്കുകയില്ല. ഒന്നിച്ചു ചേരുമ്പോൾ നമുക്ക് അവിടുത്തെ കൂടുതൽ നന്നായി പ്രതിഫലിപ്പിക്കുവാൻ കഴിയും. ഒന്നിച്ചുള്ള ആരാധന, കൂട്ടായ്മ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കൽ, ഇതൊക്കെ അതിൽ ചേരുന്നതാണ്. അടുത്തതായി, നമ്മളിലുള്ള അഴുക്ക് നീക്കിക്കളയുക. ദുശ്ചിന്ത, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം, അഹംഭാവം, ക്ഷമിക്കുവാനുള്ള വൈമനസ്യം, പരദൂഷണം, മറ്റുള്ളവരുമായുള്ള താരതമ്യപ്പെടുത്തൽ എന്നിവയൊക്കെ ഉപേക്ഷിക്കുക. വൃത്തിയുള്ള കണ്ണാടിക്ക് മാത്രമേ വൃത്തിയായി പ്രതിഫലിപ്പിക്കുവാൻ കഴിയൂ. ഒരു കണ്ണാടി പോലെ നാം ദൈവസ്നേഹം പ്രതിഫലിപ്പിക്കണം. എങ്ങനെയാണ് നമ്മൾ അങ്ങനെയുള്ള അവസരങ്ങളെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ചില സമയത്ത് ഒരു സംഭാഷണം, ഒരു ചെറിയ ഫോൺ കോൾ, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഒരാൾ, ഇവരിലൊക്കെ ആയിരിക്കും പലതര അവസരങ്ങളും ഒളിഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ സാധാരണ സാഹചര്യങ്ങളിൽ കൂടെ താൻ ഒറ്റയ്ക്കാണെന്ന് പറയുന്ന ഒരു വിധവ, ആരെങ്കിലും ഒന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അനാഥൻ, ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായ ഒരാൾ, മാനസിക സമ്മർദ്ദത്തിലുള്ള ഒരു സഹപ്രവർത്തകൻ, സഹായം ആവശ്യമുള്ള ഒരു അയൽവാസി, ഇവരെയൊക്കെ ഒന്ന് സന്ദർശിക്കുക. അവരുടെ വിഷമങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ കൈവശമുള്ളവരിലൂടെ അവയെ സഹായിക്കുവാൻ ശ്രമിക്കുക. ഒന്നാമതായി, നിങ്ങളുടെ ശബ്ദം പ്രത്യാശ പകരാനുള്ള ഒരവസരം. നിങ്ങളുടെ കൈകൾ സേവനം ചെയ്യാനുള്ള ഒരവസരം. നിങ്ങളുടെ സമയം സന്ദർശിക്കാനുള്ള ഒരവസരം. ദൈവം നമുക്ക് ഒരു ദിവസത്തിൽ 24 മണിക്കൂർ തന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗം അശരണർക്കായി മാറ്റിവെക്കുക. അവസരങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് എൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നവരെ തിരിച്ചറിയുവാൻ ഇന്ന് എൻ്റെ കണ്ണുകൾ തുറന്നു തരണമേ. സംസാരിക്കാൻ വാക്കുകളും സേവനം ചെയ്യുവാൻ കൈകളും ചലിക്കുവാൻ പാദങ്ങളും എനിക്ക് നൽകണമേ. എന്നിലൂടെ അങ്ങയുടെ മഹത്വം പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം ആ പ്രാർത്ഥനയെ മാനിക്കുന്നു. വാക്കുകളിലൂടെ അവിടുത്തെ പ്രതിഫലിപ്പിക്കുക, അതായത് സംസാരിക്കുക. പ്രത്യാശ പകരുക, ഒരു പുഞ്ചിരി, ഒരു സമാധാന വാക്ക്, വിഷമം കേൾക്കുവാനൊരു മനസ്സ്. ദൈവം നിന്നെ കാണുന്നുണ്ട്, ഞാൻ നിനക്കായി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയാം. യേശു ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മൗനം പാലിക്കരുത്. നിങ്ങൾ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുക. സാക്ഷ്യം ഒരു വെളിച്ചമാണ്. മൃദുലമായി സംസാരിക്കുക. നിങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരിയായി കാര്യങ്ങൾ ചെയ്യുന്ന രീതിയാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. കർത്താവിനെ പോലെ ജീവിച്ച് കാണിക്കുക. കൈകൾ കൊണ്ട് അവിടുത്തെ പ്രതിഫലിപ്പിക്കുക. സേവിക്കുക. അശരണരെ സന്ദർശിക്കുക. അനാഥരെയും വിധവകളെയും നേരിട്ട് കാണുക. അവരുടെ അപേക്ഷകൾ ശ്രദ്ധയോടെ കേൾക്കുക. പ്രതിഫലേച്ഛയില്ലാതെ സേവിക്കുക. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ വളരെ ആളുകളുണ്ടാവും. ആരും കാണാത്ത ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, വൈദ്യസഹായം നൽകുക, മരുന്നിനുള്ള സഹായം നൽകുക, താമസിക്കാനൊരിടം നൽകുക,
ചിലപ്പോൾ വൈദ്യസഹായത്തിന് വേണ്ടിയുള്ള യാത്രയ്ക്ക് സഹായിക്കുക. യേശുവിനെ അനുഗമിക്കുക. നിങ്ങളുടെ ജീവിതം അവിടുത്തോടൊപ്പം മുൻപോട്ട് പോകട്ടെ. നിങ്ങളുടെ സ്വഭാവം തന്നെ സംസാരിക്കട്ടെ. മത്തായി 5:16 പറയുന്ന പോലെ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അതിനാൽ അവിടുത്തെ വെളിച്ചം ലഭിക്കുക എന്നത് അവിടുത്തേക്ക് അടുത്ത് ചെല്ലുന്നതിലൂടെ സാധ്യമാവും. അവിടുന്ന് നിങ്ങളിലൂടെ പ്രകാശിക്കുവാൻ നിങ്ങൾ തികഞ്ഞവരാകണമെന്നില്ല. അവിടുത്തേക്കായി ലഭ്യമായാൽ മാത്രം മതി. ദൈവമായ കർത്താവ് നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ.